മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായുള്ള തെരച്ചിലിൽ ഇന്നും അലംഭാവം. മന്ത്രിമാർ പറഞ്ഞ വാക്കുകൾ പാലിച്ചില്ല. ഷിജിനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്നും ആരംഭിച്ചില്ല. സ്കൂബ ടീം എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. തെരച്ചിലിനായി പുലർച്ചെ മത്സ്യത്തൊഴിലാളികൾ എത്തിയിട്ടും ഉദ്യോഗസ്ഥർ എത്തിയത് 9 മണിക്ക് ശേഷം മാത്രമാണ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികളും രംഗത്തെത്തി. മുതലപ്പുഴയിൽ ബോട്ട് അപകടമുണ്ടായിട്ട് 9 ദിവസം പിന്നിടുകയാണ്. ഇന്നും കാണാതായ ഷിജിനെ കണ്ടെത്താനായിട്ടില്ല. രാവിലെ 5:45 വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളെ ഒപ്പം കൂട്ടി തിരച്ചിൽ ആരംഭിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മത്സ്യത്തൊഴിലാളികൾക്കും കുടുംബത്തിനും നൽകിയ ഉറപ്പ്. പക്ഷേ ആ ഉറപ്പ് അധികൃതർക്ക് പാലിക്കാനായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ തന്നെ മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങൾ തൊഴിലാളികളുമായി രാവിലെ തന്നെ ഈ തിരച്ചിലിന് വേണ്ടി എത്തി. പക്ഷേ 9 മണിക്ക് ശേഷമാണ് ഈ ഫിഷറീസ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ എത്തിയത്. കടുത്ത പ്രതിഷേധമാണ് കുടുംബം രേഖപ്പെടുത്തിയത്. അവരിപ്പോൾ കുറേ നേരം കൊണ്ട് പറഞ്ഞു ഇപ്പോൾ തുടങ്ങും പിന്നെ ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ഉൾക്കടലിൽ തിരക്കാനല്ല, ഞങ്ങൾക്ക് കല്ലിൻ്റെ ഇടയിൽ തിരക്കാനാണ് ഞങ്ങൾ ഇതുവരെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വിട്ടിട്ടുണ്ട്, ഉൾക്കടലിൽ തിരയാൻ വേണ്ടി ഞങ്ങളുടെ വള്ളങ്ങളെ തന്നെ വിട്ടിട്ടുണ്ട്. എന്നാലും അവിടെ തിരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആളിവിടെ കിടക്കുന്ന ഇടത്തിലേ നമുക്ക് തിരയേണ്ടത്. കല്ലിലെ വലയിൽ എന്തോരം കുടുങ്ങി കിടപ്പുണ്ട് ആള്. ഓൾറെഡി അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്കൂബ ഡൈവേഴ്സ് ടീമിനെയും മറ്റും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ഒരു സമയമുണ്ട്. ഈ സമയത്ത് കടൽ കയറ്റവും ഇറക്കവുമുണ്ട്. ഞങ്ങൾക്ക് സുലഭമായിട്ട് കാണാൻ പറ്റുന്നൊരു സമയമാണ്. ഈ സമയത്തല്ലേ ഉണരേണ്ടത്. രാവിലെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരെല്ലാം കാത്തു നിൽക്കുന്നു. ഒരു വളരെ ദുഃഖമായിട്ട് പറയട്ടെ, ആള് പോയി കൊടുക്കവർക്ക് അങ്ങനെയെങ്കിലും. ഞങ്ങളുടെ ആൾക്കാർക്ക് സഹിക്കുന്നതിനും അപ്പുറമാണ് ഇപ്പോൾ നടക്കുന്നത്. അവരുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണ്ടേ. അവർ ചൂടാവുന്ന പ്രതികരിക്കുന്നുമില്ല. അവർക്ക് മനുഷ്യരല്ലേ, അവർക്ക് കൊന്നത് പോട്ടെ, അവർക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അവർ കരയുകയാണ്. അവർ അസ്ഥിയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളവരാണ്. മന്ത്രിയുടെ അടുത്ത് പറഞ്ഞ് ഇവിടെ നമ്മൾ ഈ കല്ലിൻ്റെ അവിടെ ഇന്നലെ മൊത്തം മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തപ്പോഴും എല്ലാം കുറേ കാലം കൊണ്ട് അന്ന് മുതലേ ഞങ്ങൾ പറയുന്ന ഒരു വിഷയമാണിത്. ഈ കല്ലിൻ്റെ അവിടെ നിന്ന് ഒന്ന് സെർച്ച് ചെയ്യാനാണ്, ഈ കല്ലിൻ്റെ ഇടയിലോ മറ്റോ ഒന്ന് സെർച്ച് ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അന്ന് മുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മന്ത്രിയുടെ ഉറപ്പെന്ന് പറയുന്നത് 5:45 5:45 ഇറങ്ങും. 5:45 ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് ഉടനെ ഇറങ്ങും എന്നാണ് മന്ത്രിയുടെ ഉറപ്പായിരുന്നു. കഴിഞ്ഞ ദിവസം CP ജോൺ എത്തി നടത്തിയ കൂടിക്കാഴ്ചയിൽ നൽകിയ ഉറപ്പുകളൊന്നും ഇതുവരെ പാലിക്കാനായിട്ടില്ല. സ്കൂബ ഡൈവേഴ്സിനെത്തി തിരച്ചിൽ നടത്തുമെന്ന പ്രഖ്യാപനവും നടക്കാതെ പോയി. അതുകൊണ്ട് ഇനിയും നീണ്ടുപോകുമെന്ന ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്ക് ആകെയുണ്ട്. നീണ്ടകരയിലും ഒപ്പം തന്നെ വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും സമാനമായ സംഭവം ഉണ്ടായിട്ടും സർക്കാർ ഇതുവരെ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല. കാരണം ഫിഷറീസ് വകുപ്പ് മന്ത്രി സംഭവ സ്ഥലത്ത് ഇതുവരെ സന്ദർശനം പോലും നടത്തിയിട്ടില്ല. വലിയ തരത്തിലുള്ള പ്രതിഷേധം എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ്. ഇപ്പോഴും കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കാരണം രാവിലെ അനുകൂലമായ കാലാവസ്ഥയായിരുന്നു. ആ ഘട്ടത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കണ്ടെത്താനാകുമായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ പൊഴി മുറിക്കുന്ന പ്രദേശത്ത് അവിടെ കുടുങ്ങിക്കിടക്കാനുള്ള കല്ലുകൾക്കിടയിൽ പുലിമുട്ടുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്ത് പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെ കൂടെ ഉൾപ്പെടുത്തി തിരച്ചിൽ നടത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലും ഇതേ ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ ഇതുവരെ അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. മന്ത്രി CP ജോൺ നൽകിയ ഉറപ്പും പാഴ്വാക്കായി എന്ന തരത്തിലുള്ള അഭിപ്രായമാണ് പ്രദേശത്ത് ആകെയുള്ളത്. ഇപ്പോഴും കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പക്ഷേ സർക്കാർ ഇതുവരെ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരവും സങ്കടകരവുമായ കാര്യം. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്.